നമ്മൾ ട്രഡീഷണൽ വേയിൽ കൂടെ തന്നെയാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് അല്ലേ. പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അതേപടി ഇങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ പറയണ കേട്ടിട്ടില്ല, ഗോൾ സെറ്റ് ചെയ്യണം എന്നൊക്കെ. അടുത്ത കാലത്ത് കുറെ കാലം മുമ്പ് തൊട്ട് നമ്മൾ ഒരു ഗോൾ ഉണ്ടായിരിക്കണം, ഗോൾ സെറ്റ് ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷെ പലർക്കും അത് സാധിക്കാറില്ല അല്ലേ. നമ്മൾ പല ഗോളുകളും സെറ്റ് ചെയ്യുമെങ്കിലും അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇട്ടിട്ട് പോരും, മടുപ്പ് നമുക്ക് തോന്നും. അതായത് ട്രഡീഷണൽ വേയിൽ നിന്ന് ഞാൻ പറഞ്ഞത്, പണ്ട് കാലത്ത് എന്താണോ ചെയ്തിരുന്നത് അതിൽ നിന്ന് ഒരു മാറ്റം പോലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുത്തില്ല. നമ്മൾ ആ പഴയ കാലത്തിൽ തന്നെ ഉറച്ചങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. അതിൽ നിന്ന് നമ്മൾ മാറ്റം വരുത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവും അല്ലേ. അതേപോലെ ഞാനിപ്പോൾ ഗോള് സെറ്റ് ചെയ്യുന്ന കാര്യവും പറഞ്ഞു. ഈ ഗോള് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സാധിക്കുന്ന ഗോളാണോ എന്ന് ആദ്യം നമ്മൾ ചിന്തിക്കണം. അല്ലാതെ നമ്മളിപ്പം ഒരു വർഷം കൊണ്ട് നമ്മൾ 1 കോടി രൂപ ഉണ്ടാക്കണം, അതുപോലെ ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. എന്ത് ഗോളാണേലും സാധിക്കും. പക്ഷെ നമ്മൾ അത് ചെയ്യാനുള്ള മനസ്സുണ്ടായിരിക്കണം. അല്ലാതെ പാതി വഴിയിൽ ഇട്ടിട്ട് പോകാൻ ഇടവരുത്തരുത്. പല തീരുമാനങ്ങളും നമ്മൾ എടുത്തിട്ട് ഇട്ടിട്ട് പോകാൻ എന്തുകൊണ്ടാണ്? എല്ലാവരും ന്യൂ ഇയർ ഒക്കെ ആകുമ്പോഴത്തേനും പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കില്ലേ? ആരെങ്കിലും പ്രാവർത്തികമാണല്ലോ. അറ്റ്ലീസ്റ്റ് ഒരു എക്സസൈസ് ചെയ്യുന്ന കാര്യം പോലും നമ്മൾ പൂർത്തീകരിക്കുന്നുണ്ടോ? നമ്മൾ പറയും നാളെ തൊട്ട് ഞാൻ നടക്കാൻ പോവാ എന്നൊക്കെ പറയും. നാളെ തൊട്ട് എൻ്റെ ജീവിതം മാറ്റിമറിയും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു 5 ദിവസം അടുപ്പിച്ചാണ് പോകാൻ. പോട്ടെ, 1 മാസം നമ്മൾ നടക്കുമായിരിക്കും. അത് കഴിയുമ്പോൾ നമ്മളത് നിർത്തും. ചിലർ മദ്യപാനം നിർത്താൻ നോക്കും, ബീഡിവലി നിർത്താൻ നോക്കും, എന്തെല്ലാം കാര്യങ്ങൾ നിർത്താൻ നോക്കും. ഏതെങ്കിലും കാര്യം സാധിക്കുന്നുണ്ടോ? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യണം, എന്നാലേ നമ്മൾ എത്തുള്ളൂ. അല്ലാണ്ട് നമ്മൾ 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും എത്താൻ സാധിക്കില്ല. അങ്ങനെ എത്തണമെങ്കിൽ നമ്മുടെ ഗോള് നമ്മളൊന്ന് പൊളിച്ചടുക്കി വേറെ ഒരു രീതിയിലാക്കണം. അതെങ്ങനെയാണ് പൊളിച്ചെടുക്കണമെന്ന് അറിയാവോ? നമ്മൾ ഗോള് സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഏതാണോ ഗോള് സെറ്റ് ചെയ്തേക്കണേ അതിലെത്താൻ വേണ്ടിയിട്ട് 1 വർഷമാണ് ഉദ്ദേശിച്ചെങ്കിൽ വെച്ചോ, ഒരു ദിവസം 1% നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുക. ദിവസം 1%. ഏത് ഗോളിലാണോ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തേക്കണേ ആ ഗോളിന് വേണ്ടി 1%, അധികം ഒന്നും വേണ്ട. അധികം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്താൻ പെട്ടെന്ന് നമുക്ക് മടുപ്പ് ബാധിക്കും. എന്ത് കാര്യങ്ങളും അതെ, നമ്മൾ ഏത് കാര്യം ചെയ്താലും നമുക്ക് പെട്ടെന്ന് മടുപ്പ് വരുന്നുണ്ട്. ആ ബുദ്ധിമുട്ടുള്ള പണികൾ ചെയ്യാൻ നമുക്ക് ഒത്തിരി പെട്ടെന്ന് മടുപ്പ് വരില്ലേ. അപ്പം നമ്മൾ 1% ചെയ്യാവുള്ളൂ ഒരു ദിവസം. പിറ്റേ ദിവസം ആകുമ്പോൾ അത് 2%, അതിൻ്റെ വ്യത്യാസം 3%. അങ്ങനെ നമ്മൾ കൂടിക്കൊണ്ട് 365 ദിവസം എത്തുമ്പോഴത്തേനും നമ്മുടെ ഗോള് നമുക്ക് സാധിക്കാനുള്ള എത്തും. അപ്പം നമ്മൾ കൂടിയേ പോണത്. അതായത് കോമ്പൗണ്ടിങ് പോലെ. കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എന്നാണെന്നറിയാവോ? സാധാരണ ഇൻട്രസ്റ്റ് അല്ല. സാധാരണ ഇൻട്രസ്റ്റ് നമ്മൾ പലിശയുടെ കൂടെ കഴിയുമ്പോൾ ആ തുക എത്ര മുതലുണ്ടെന്ന് വെച്ചാൽ ആ മുതൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, അതിൻ്റെ പലിശയെ കിട്ടുള്ളൂ. എന്നാൽ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് അടുത്ത വർഷം ആകുമ്പോഴത്തേനും ഒരു പലിശ കിട്ടും. ആ പലിശ നമ്മുടെ മുതലിനോട് ചേർക്കും. അതിൻ്റെ അടുത്ത വർഷം ആകുമ്പോഴത്തേനും ഒരു പലിശ കിട്ടും. ആ പലിശ നമ്മുടെ മുതലിൻ്റെയും ആദ്യത്തെ പലിശയുടെയും കൂടെ കൂട്ടും. അപ്പം നമ്മുടെ ഈ പലിശ എല്ലാം ഇപ്പോഴും മുതലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ്. അതുപോലെ തന്നെയായിരിക്കണം നമ്മൾ ഗോള് സെറ്റ് ചെയ്യുമ്പോൾ. നമ്മൾ എന്താണോ ഉദ്ദേശിച്ച ഗോള് അത് നേടിയെടുക്കാൻ വേണ്ടി ഓരോ ദിവസത്തിൽ 1% നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചാൽ മതി. നമ്മൾ വിജയിക്കുന്നേ ഉറപ്പായ കാര്യമല്ലേ. അല്ലാണ്ട് ആർക്കും സാധിക്കില്ലാത്ത ഇത് ആർക്കും സാധിക്കുന്ന കാര്യമാണ്. ഇത് വലിയ കാര്യമൊന്നുമല്ലല്ലോ. ഏത് കാര്യം നമ്മൾ തുടങ്ങാനാണ് താമസം. നമ്മളങ്ങ് തുടങ്ങി നോക്കിക്കൊള്ളുക. നമ്മുടെ മനസ്സിലൊരു ഉദ്ദേശം, നമ്മുടെ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മളങ്ങ് തുടങ്ങി കൊടുക്കുക. ഒരു ദിവസം 1%, പിറ്റേ ദിവസം 2%, 3%, അങ്ങനെ നമ്മൾ കുറേ ദിവസമാകുമ്പോൾ നമുക്കവിടെ എത്താൻ സാധിക്കും. ഒരു തടസ്സവും കൂടാണ്ട് നമുക്ക് എത്താൻ സാധിക്കും. നമ്മൾ തുടങ്ങില്ല ഒന്ന്. രണ്ടാമത് നമ്മൾ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് വലിയ ഗോളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ എത്തണമെങ്കിൽ ഇച്ചിരി പാടാ, എനിക്ക് സാധിക്കുമെന്ന് തോന്നണില്ല എന്നും പറഞ്ഞ് നമ്മൾ പിന്മാറാണ്ടിരുന്നാൽ മതി. ഒരിക്കലും പിൻവലിയരുത് ഒരു കാര്യത്തിലും. അങ്ങനെ തന്നെയാണ് ഞാനിപ്പം ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യൂട്യൂബ് ചാനലിൽ കൂടെ 1 ലക്ഷം സബ്സ്ക്രൈബർ ആക്കുക എന്നുള്ളത്. ഞാനതിന് ചെറുതായിട്ട് പണിയെടുക്കുന്നുള്ളൂ. അതായത് ദിവസം ഓരോ വീഡിയോ ഇടുക, എനിക്ക് പറ്റും പോലെ വീഡിയോ ഇടുക. അല്ലാണ്ട് എനിക്ക് ഇതിന് വേണ്ടിയിട്ട് തന്നെ ഇരിക്കാൻ എനിക്ക് സാധിക്കില്ല. കാരണം ആ സാഹചര്യം അതില്ല. പിള്ളേരുടെ കാര്യം ഒക്കെ നോക്കണം. അപ്പം ഹസ്ബൻഡുണ്ട്, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വേണം. അപ്പം ഞാൻ കുറേശ്ശെ ചെയ്യുന്നു. ഓരോ ദിവസവും ഒരു കൊച്ചു വീഡിയോകൾ ഇടുന്നു. എൻ്റെ മനസ്സിലുണ്ട് നല്ല എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണ വീഡിയോകൾ ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ അതിങ്ങനെ ഓരോ പുസ്തകങ്ങൾ എടുത്ത് വായിച്ചും അല്ലാതെ മറ്റുള്ളവർ പറയണ കേട്ടും ഒക്കെ ഞാനോരോ വീഡിയോകൾ ഇടുന്നു. ഇനി എൻ്റെ ലക്ഷ്യം എന്നാ, അതിനെ ഫൈനലിൽ എത്തുന്ന ഞാൻ സ്വപ്നം കാണും. അതാണ് എൻ്റെ ഗോള്.
ഫൈനൽ 1 ലക്ഷം സബ്സ്ക്രൈബർ ആയി കഴിയുമ്പോൾ ഞാൻ എന്താ ചെയ്യണേ, എനിക്കുള്ള സന്തോഷം എന്താ, എങ്ങനെ അതിന് എന്നാ പറയണേ, ഒരു ഒരു മനസ്സിലൊരു ഇതില്ലേ, ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്ന രീതിയിൽ ഞാൻ അതിനെ കണ്ടുകൊണ്ടിരിക്കും. അതാണ് ഗോള്. അതേപോലെയായിരുന്നു ഞാൻ ജോലി കിട്ടിയ സമയത്തും ഞാൻ എന്തൊക്കെ ചെയ്യണം, എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ എന്തൊക്കെ ചെയ്യണം, അങ്ങനെ സ്വപ്നം കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം നമുക്ക് എല്ലാവർക്കും സാധിക്കുന്നേ, എന്ത് കൊച്ചു പണിയാണെങ്കിൽ പോലും നമ്മൾ അതിൽ നിന്ന് ഒരു ഗോള് സെറ്റ് ചെയ്തിട്ട് നമുക്കത് നേടാൻ സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ച് നോക്കിയേ, പിന്മാറരുത്. ഈ ഗോള് സെറ്റ് ചെയ്യുമ്പോൾ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് പോലെ നേരെ റിവേഴ്സ് ആകാണ്ടിരിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. ഒരു ദിവസം ചെയ്തു, 2 ദിവസം ചെയ്തു, 3-ാമത്തെ ദിവസം തൊട്ട് ചെയ്തില്ല, അപ്പോൾ പിന്നെ റിവേഴ്സ് വീണ്ടും നമ്മൾ പഴയ സ്ഥാനത്തേക്ക് തന്നെ വന്നു നിന്നു. അപ്പം നമ്മുടെ ഗോള് സാധിക്കില്ല. അപ്പം നമ്മൾ മുമ്പോട്ടേ പോകാവുള്ളൂ, റിവേഴ്സ് പോകാൻ ഇടവരുത്താണ്ടിരിക്കുക. മുമ്പോട്ട് തന്നെ പോയിട്ട് നമ്മൾ ആ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. നമുക്ക് സാധിക്കാത്ത ഒന്നുമില്ല, എല്ലാവർക്കും സാധിക്കുന്നേ, എല്ലാവർക്കും സാധിക്കും. ആർക്കും ഒന്നും ഈ ലോകത്ത് എല്ലാവർക്കും സമയവും സന്ദർഭവും സാഹചര്യങ്ങളും എല്ലാം ഒന്ന് തന്നെയാണ്. നമ്മുടെ സാഹചര്യം മോശമാണെന്ന് പറഞ്ഞ് നമ്മളിരിക്കുന്ന വെറുതെയാണ്. നമ്മുടെ സാഹചര്യത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും, എല്ലാവർക്കും രക്ഷപ്പെടാൻ സാധിക്കും. അത് നമ്മൾ അനങ്ങാനുള്ള മടി കൊണ്ടാണ്. ചില ദിവസങ്ങളിൽ വീട്ടമ്മമാരിരിക്കണമല്ലേ, ഇന്ന് മടിയാ, ഒന്നും ചെയ്യാൻ മടിയാന്ന് പറഞ്ഞ് എല്ലാം അൽക്കുലത്താക്കിയിട്ടേക്കുമായിരിക്കും. അത് മടിയായിരുന്നു ഇന്ന് രാവിലെ എന്ന് പറയും. അങ്ങനെ നമ്മൾ മടി പിടിച്ചിരുന്നിട്ട് നമ്മൾ ആ സമയത്ത് ആ മടിക്ക് ആദ്യമേ നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ മടി പിടിച്ചിരുന്നു, അപ്പം നമ്മൾ വിജയിച്ചില്ലേ. പിന്നെ നമുക്ക് പൂർണ്ണമായിട്ട് റെസ്റ്റ് എടുക്കാൻ സാധിക്കും. അതാണ് നമ്മൾ ചെയ്യുക. ആദ്യം നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കുക, പിന്നീട് നമ്മൾ റെസ്റ്റ് എടുക്കുക. അതാണ് വേണ്ടത്. അപ്പം നമ്മുടെ മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുക. അത് കൊച്ചായിട്ട് 1% വെച്ച് ദിവസവും 1% വെച്ച് നമ്മൾ പ്രവർത്തിക്കുക. അപ്പം നമ്മളവിടെ എത്തിപ്പെടും. അതേപോലെ അതിനെ നല്ല ഭംഗിയായിട്ട് സ്വപ്നം കാണാനും കൂടെ നമ്മൾ ശ്രമിച്ചു നോക്കിക്കേ, നല്ലതാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ആ ഗോള് നേടിയതായിട്ട് എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന് നോക്കിക്കേ, സാധിക്കും, എല്ലാവർക്കും സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.